ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എടുത്തിട്ടൊരു നൈറ്റ് ഫുഡ് വീഡിയോ ആണ്. ഇത് ഫസ്റ്റ് തന്നെ ചമ്മന്തി കറിയാണ്. രാവിലെ ഇഡലീൻ്റെ കൂടെ കഴിച്ച ചമ്മന്തി കറി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അത് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാൻ പോകുന്നു. പിന്നെ എന്താ പറയുക, ഒരു തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവരാം. ഫസ്റ്റ് ടൈമാണ് ഗൈസ് തണ്ണിമത്തൻ ജ്യൂസും അതിന് ലൈവായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ല, ഞാൻ ഫ്രിഡ്ജ് തുറന്നു. ഫ്രിഡ്ജിൽ ഇനി ഈ ചമ്മന്തിക്കറി അങ്ങോട്ടെടുത്ത് വയ്ക്കുക, ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അയ്യോ, തണ്ണിമത്തൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഹാഫ് ഞാൻ കഴിച്ചു, ഹാഫ് കുഞ്ചൂസിനുള്ളതായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് കുഞ്ചൂസിനും കൂടെ ഒരു ജ്യൂസ് തണ്ണിമത്തൻ എടുക്കട്ടെ. വേണ്ടി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതൊക്കെ കാണും. തണ്ണിമത്തൻ പേടി അങ്ങനെ പറയാം. നോക്കട്ടെ, കണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ പണികൾ അത് തുടങ്ങി. 2 പ്രാവശ്യം താഴെ വീണു ഗൈസ്. ആ അടപ്പല്ല, വേറെ അടപ്പ് വെച്ചാൽ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കി പിച്ചു ഗൈസ്. ഞാൻ എങ്കിലും ഇത് അങ്ങനെ ആയില്ല. ഒരു മനുഷ്യനും കൂടെ ഒരു ചെറുത് ഒരു സാധനമുണ്ട്, അത് നടത്താൻ പോകുന്നുണ്ട്. ഇത് നടന്ന ദൈവമേ നന്ദി. ഇത് ഇതിലുള്ളതല്ല. നെക്സ്റ്റ് ഇതാണ് എൻ്റെ പരിശീലനം ഗൈസ്. ഇതെങ്കിൽ ഇതിലുള്ളതാണ് ഗൈസ്, ഇത് ഇതിലുള്ളതാണ്. അപ്പം ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന്. ഫസ്റ്റ് നന്നായിട്ട് ഞാൻ കഴുകും, എനിക്ക് വൃത്തിയില്ലായിരിക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് ഓൾറെഡി എനിക്ക് അങ്ങനെ ചെയ്യാനെന്ന് അറിഞ്ഞൂടെ, ബട്ട് ഞാൻ ട്രൈ ചെയ്യാണെന്ന് ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല ഗൈസ്, ബിക്കോസ് എനിക്ക് അറിഞ്ഞൂടല്ലോ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നും ഒന്നും അറിയൂടെ. ഒരു തണ്ണിമത്തൻ കയ്യിലുണ്ട്, പിന്നെ ഒരു കത്തിയും ഉണ്ട്. അയ്യോ ഞാൻ ശുഭം, ഇന്ന് എൻ്റെ കാര്യം പോയി. കാരണം ഞാൻ കുഞ്ചൂസിന് കൊടുക്കാൻ ഇന്നലെ കുറച്ച് തണ്ണിമത്തൻ കഴിച്ച്, അതുകൊണ്ടുള്ള പരീക്ഷ ഇതാണ്. എന്താ പറയുക, ഇതാണ് പണിഷ്മെൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതാക്കുന്നത്. ലൈവും ആണ് ഇത്. അങ്ങനെ വരുത് കട്ട് ചെയ്യാനൊക്കെ എനിക്ക് ബെസ്റ്റ് അറിയാം, ബട്ട് ഇതെങ്ങനെ ഇതിൻ്റെ അതിന് അവതരിപ്പിക്കും എന്നാണ് എനിക്കൊരു പേടി ഗൈസ്. എങ്കിലും സാരില്ല, ഞാൻ ചെയ്യും. കണ്ടോ, ഓരോ ഇതാണ്. ഞാൻ അപ്പോൾ വെട്ടിയിട്ട് വരാം ഗൈസ്. അങ്ങനെ വെട്ടി തീർന്നുകൊണ്ടല്ലോ. ഇനിയെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഈ ജാറിലിടണം. അത് എളുപ്പമാണ്, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, ബട്ട് ഒരു പേടിയുണ്ട് ഗൈസ്. കാരണം ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എല്ലാവർക്കും. കാരണം അതേ പ്രോബ്ലമാണ് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം ഗൈസ്. ബട്ട് അതൊരു വല്ലാമത്തെ പേടിയാണ് ഗൈസ് എനിക്കിപ്പോൾ ഉള്ളത്. കണ്ടോ ഗൈസ്, എന്നിട്ട് അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പോകും ഗൈസ്. അയ്യോ, തിരിച്ചാണ് ഞാൻ അടച്ചത് ഗൈസ്. എന്താ പോകുന്നില്ലേ ഗൈസ്, ഇത് ചതിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇത് ഗൈസ് അങ്ങനെ ഫിക്സായി. അയ്യോ, ബാക്കി കാര്യങ്ങളൊന്നും ചേർക്കാൻ മറന്നുപോയി ഗൈസ് ഞാൻ. അയ്യോ, പഞ്ചസാര ചേർത്തില്ല, ഇത്തിരി പാല് ചേർത്തില്ല. ഞാൻ എന്തൊരു പൊട്ടിയാ ഗൈസ്, ഞാൻ തന്നെ പറയണ്ട, ഞാൻ പൊട്ടിയാണെന്ന് ഗൈസ്. പിന്നെ ഞാൻ അയ്യോ ഗൈസ്, പഞ്ചസാര കുപ്പി കയ്യിൽ കിട്ടി. തുറക്കണമെങ്കിൽ പഞ്ചസാരയാണോ വരല്ല ഞാനൊന്ന് നോക്കണം. കാരണം അങ്ങനെയാണേ, പഞ്ചസാര ഉപ്പും തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇത് വീഡിയോ എന്ന് വെച്ചോ ഗൈസ്. ഞാൻ പിന്നെ എന്താ പറയുക, ഷുഗറും പാലും ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഇരിക്കട്ടെ, പാലെങ്കിൽ പാലിരിക്കട്ടെ. കുറേ കടയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പാലൊക്കെ ഒഴിച്ച്. വീഡിയോസിലാണ് മുഖ്യം കാണുന്നതെങ്കിലും അങ്ങനെയാണ്. ആരുടെയും സൗണ്ട് കിട്ടി ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്, വേറൊന്നും വിചാരിക്കില്ല ഗൈസ്. അങ്ങനെ ഈ മിക്സിയാണോ ആ മിക്സിയാണോ ഏത് മിക്സിയാണോ എനിക്കറിയാം കേട്ടോ. പൊട്ടിത്തെറിച്ചാൽ പോയി ഗൈസ്.
കാരണം ഫസ്റ്റ് ടൈമാണിത്. എൻ്റെ ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ ജ്യൂസ് അങ്ങോട്ട് അടിച്ചു ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ജ്യൂസ്. ഒന്നും കൂടെ അടിക്കാൻ വിചാരിച്ചു എൻ്റെ ആക്രാന്തി കാരണം. എൻ്റെ അമ്മ പറഞ്ഞു ഓക്കെ എന്നെങ്കിൽ ഒന്ന് അടി, ബട്ട് ഇതാണ് ലാസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ ഞാനും അവരെ സമ്മതിച്ചു. പിന്നെ ഇനി എന്തെങ്കിലും ചെയ്താൽ ഗൈസ് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് മതി, ഇത് മാത്രമേ ഉള്ളൂ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ പറയിപ്പിച്ച് ഗൈസ്. അങ്ങനെയാണല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ സൂക്രതും ഇങ്ങനെ വഴി ഇങ്ങനെ ഇരിപ്പുണ്ട്. കണ്ടല്ലോ, ഒന്ന് ക്യാമറ ക്ലീൻ ആക്കിയതാണ്, ശരിയായില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ തുറക്കാൻ പെടുന്ന പടി എനിക്കറിയാവുള്ളൂ. നല്ല തുറന്ന് ഗൈസ് എങ്ങനെയോ ഫൈനലി ടേസ്റ്റൊക്കെ ഞാൻ പോകുന്നു. ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല ഒരു കിടിലമായിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് ഞാൻ ചെയ്യുന്നു. വിചാരിച്ച പോലെയല്ല, കിടിലമാണ് ഗൈസ്. ഒരു ഗ്ലാസ് ഉണ്ട്. എന്തോ പഞ്ചസാര വേണം. എനിക്കെന്തോ അതാണ് എനിക്ക് വിട്ടു പോകുന്നത്. എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പിന്നെ വിചാരിച്ച ഒരു പ്രാവശ്യം കൂടെ അങ്ങോട്ട് അടിച്ചെടുക്കാൻ വന്നു. എന്തായാലും ഇതല്ലേ, പഞ്ചസാര ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു ക്രിസാൻ ബട്ടറുണ്ട്, പിന്നെ അതും കൂടെ ചേർത്തു. ഒരു കുറവ് അത് വേണ്ടെന്ന് വിചാരിച്ചു, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുത്തി ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ തരാം, ഇത്തിരിയാ ഞാൻ കൊടുക്കുന്നുള്ളൂ ഗൈസ്. കിഡ്സാൻ്റെത് ഇത് അടങ്ങിയിട്ടില്ല. അടങ്ങിയില്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാം തെറിച്ച് പോകും ഗൈസ്. അയ്യോ ഗൈസ്, ഇത് ശരിയായില്ലെങ്കിൽ ഞാൻ പാടുപെടണം. തരാം കാം. ഇത്തിരി ഷുഗറും തോനെ ഇട്ടിട്ടുണ്ട്, കാരണം ഇതാണ് కొంచెం డాడీ గైస్ అందులో కీలికి ഗൈസ് ഇത് എടുക്കാൻ പറ്റുന്നില്ല. എടുത്തു ഗൈസ്. ഒരു സ്പൂൺ എടുക്കണം, എന്നിട്ട് ഇതിങ്ങനെ എടുക്കണം ഗൈസ്. നല്ല പേടിയുണ്ട്, ഫസ്റ്റ് ടൈം അല്ലേ, എല്ലാം ഫ്ലോപ്പായി പോകാനോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പേടി. അല്ല വേറൊന്നുമല്ല ഗൈസ്. നല്ല സ്പൂൺ എടുത്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് കിസാൻ്റെ ബട്ടറും കൂടി ഇട്ടതുകൊണ്ട് കിടിലമായി ഗൈസ്. കണ്ടല്ലോ, എൻ്റെ ഡെക്കറേറ്റ്മെൻറ്റ് അങ്ങനെ ഇല്ല. ഗൈസ് അപ്പോൾ എൻ്റെ ഇത് ഡണ്ണായി. പിന്നെ ഒരു സ്പൂൺ അതിലിട്ട് കൊടുത്തു. പിന്നെ ഇതൊക്കെ വാഷ് ചെയ്യുന്നത് എൻ്റെ ജോലിയാണ്. അപ്പോൾ നമുക്കിത് അമ്മയ്ക്ക് കൊടുക്കാം ഗൈസ്. അപ്പോൾ നമുക്കിത് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഗൈസ്. അമ്മേൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഇവിടെ നെറ്റിൽ കൊടുക്കാം. തണ്ണിമത്തനാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. വാതിൽ തുറന്നു ഗൈസ്, കൊടുത്തു, കുടിച്ചു നോക്കൂ. ഫസ്റ്റ് ടൈം എക്സ്പ്രഷൻ ഗൈസ്. പേടിയാവുന്നു ഗൈസ്. എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന് പറയട്ടാ? കപ്പലണ്ടി ഇട്ടില്ല. നമ്മുടെ കിസാൻ്റെതില്ലേ, കിസാൻ എല്ലാം കൂടെ ഇട്ടത് അത് ഇട്ടു. പിന്നെ തണ്ണിമത്തൻ ഇട്ടു, പിന്നെ ഞാൻ വാട്ടർമെലൺ ഇട്ടു, മിൽക്കല്ല ഷുഗർ ഗൈസ്. നല്ല ഇഷ്ടപ്പെട്ടാ? ഫസ്റ്റ് ടൈമാണ് ഒരാൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. നമുക്കിനി താഴെപ്പോട്ട് കുഞ്ചൂസിന് കൊടുത്തു നോക്കാം. കുഞ്ചൂസ് തരാം.
പിന്നെ എൻ്റെ അടുത്താണ് കളി. എൻ്റെ അടുത്ത് തളർന്നു വന്നത്. പിന്നെ എൻ്റെ അച്ഛന് വേണമല്ലോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. പക്ഷെ 2 പാത്രം ഇനിയും കഴിയാൻ കിടക്കണം. അടിച്ചമ്മ ചാറും പിന്നെ ഇത്. എല്ലാവരും ട്രൈ ചെയ്യാം. മസ്റ്റ് ട്രൈ ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പാത്രങ്ങൾ അത്യാവശ്യം ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇരിപ്പിച്ചാത്തി വേറെ എന്തിരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും കോഫിയൊന്നുമില്ല. എനിക്ക് ഇടാൻ അറിയാം, ബട്ട് ഞാൻ ഇല്ല. കുഞ്ചൂസിന് കൊടുക്കുന്ന ഇതിൽ കൂടെ തന്നെ എക്സ്പ്രഷനാണ് ഗൈസ്. അവൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് ഇതിൽ നോക്കേണ്ടത്. കൊള്ളാമോ എക്സ്പ്രഷൻ നോക്കാം. ഇങ്ങ് വാ അവിടെ നിൽക്കേ. ചേച്ചി ഇപ്പോൾ ചേച്ചി ചെയ്ത് ഇത് തരും. അപ്പോൾ പറയണേ കൊള്ളാമോങ്കിൽ കൊള്ളാമെന്ന് പറയണേ. ഗൈസ് കൊടുക്കാം എനിക്ക്. എക്സ്പ്രഷൻ ഗൈസ് എക്സ്പ്രഷൻ കൊള്ളാമോ ഗൈസ്? എങ്ങനെയോ കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ അച്ഛനാണ് നോക്കേണ്ടത്. ഐ ഡോണ്ട് കെയർ. എന്തായാലും ഇഷ്ടപ്പെടണമല്ലോ. ഫ്രീസറിലാണ് വെച്ചത് ഐസ്ക്രീം ആവട്ടെ. ഓക്കെ ജ്യൂസ് ബാ. ഇനി ഗൈസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതല്ല മെയിൻ ഡോറ്, അപ്പുറത്തെ സൈഡാണ് മസാക്കു. പിന്നെ ഇത് ഞങ്ങളുടെ ബാക്ക് സൈഡാണ്. ഭാഗം ജ്യൂസ് അമ്മയും ഡാഡി വരാനാണ് ഞങ്ങൾ ഇനി കാത്തിരിക്കുന്നത്. വേറെ ഒന്നിനുമല്ല. ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡ്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഷോക്സിന് ഇടാനായിട്ടുള്ള ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, സൈക്ലിങ് ചെയ്യണം. കുറച്ച് നേരം സൈക്ലിങ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ മെയിൻ ഡോറിൽ ലോക്കുണ്ട്. അപ്പോൾ ആ ലോക്ക് എടുക്കണം. ഒരു ഫാമിലി கொஞ்சம் സൗണ്ട് കേൾക്കല്ലേ ഗൈസ്? കണ്ടല്ലോ ഗൈസ്, കുറേ പേര് ഇങ്ങനെ ഇവിടെ ഇല്ല. കൊച്ചുങ്ങളങ്ങനെ ഉണ്ടല്ലോ, ആരുമില്ല. അതുകൊണ്ട് നിശബ്ദമായാണ് ഞങ്ങൾ ഇവിടെ കളിക്കുന്നത്. ഗൈസ് കണ്ടല്ലോ, ഇതാണ് എൻ്റെ സൈക്കിൾ. ഓക്കെ, സൈക്കിള് അവിടെ ഉണ്ട്, പോയി എടുത്തു. കുഞ്ചൂസിന് ഇതേ സെയിം തന്നെയാണ്, ബട്ട് ചെറുതാണ് ഉള്ളൂ. പറഞ്ഞിട്ടുണ്ട് ഗൈസിനുള്ളത് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇത്ര തന്നെ ഞങ്ങൾ സൈക്കിൾ